ആറ്റിങ്ങൽ കരവാരം ഗ്രാമപഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റ് അടക്കം 2 BJP വനിതാ അംഗങ്ങൾ രാജിവെച്ചു. നിലവിൽ കരവാരം ഗ്രാമപഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് 12ാം വാർഡ് അംഗവുമായ സിന്ധു, 16ാം വാർഡ് അംഗവും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ തങ്കമണി എന്നിവരാണ് രാജി സമർപ്പിച്ചത്. കഴിഞ്ഞ ദിവസം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി മുമ്പാകെ രാജി സമർപ്പിച്ച ഇവർ വൈകുന്നേരത്തോടെ CPM-ൽ ചേർന്നു. പ്രസിഡന്റ് അടക്കമുള്ള BJP നേതാക്കൾ നടത്തിവന്നിരുന്ന സ്ത്രീവിരുദ്ധ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് BJP-യിൽ നിന്ന് രാജിവെച്ച് CPM-ൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതെന്ന് അംഗങ്ങൾ പറഞ്ഞു. എൻ്റെ പേര് സിന്ധു. ഞാൻ കരവാരം ഗ്രാമപഞ്ചായത്തിലെ BJP നേതൃത്വത്തിലൂടെ മത്സരിച്ച് ജയിച്ചു വൈസ് പ്രസിഡന്റായ വ്യക്തിയാണ്. ഞാൻ ഇന്ന് പഞ്ചായത്തിൽ രാജി സമർപ്പിച്ചിട്ട് വരുന്ന വഴി നമ്മുടെ ദേശീയ പാർട്ടി CPM നേതൃത്വത്തോട് യോജിച്ച് പോകാനായിട്ട് തീരുമാനമെടുത്തു. പെട്ടെന്ന് രാജി സമർപ്പിക്കാനുണ്ടായ കാരണം പെട്ടെന്നുള്ള തീരുമാനമല്ല. നമ്മൾ 2 വർഷമായിട്ട് നമ്മൾ നിരന്തരം നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെയും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ്റെയും മാനസികമായ കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അവർ മാനസികമായിട്ട് ഞങ്ങളെ ഒരുപാട് നിരന്തരം സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെ ഞങ്ങളുടെ വാർഡിലുള്ള ജനങ്ങളോട് ഒരുപാട് നമ്മളെപ്പറ്റി മോശമായിട്ടുള്ള അഭിപ്രായങ്ങളും കഴിവില്ലാത്തവർ മെമ്പർമാരെന്നുള്ള അഭിപ്രായങ്ങളും അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ പാർട്ടി നേതൃത്വത്തോട് പല പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ജില്ലാ പ്രസിഡന്റ് VV രാജേഷ്, സംഘടനാ ജനറൽ സെക്രട്ടറി ബംഗാളൂർ സതീശൻ ഇവരുടെ അടുത്തൊക്കെ നമ്മൾ പരാതി ബോധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ വിളിച്ച് സംസാരിച്ചതല്ലാതെ അതിന് വേണ്ടുന്ന ഒരു നടപടി ഇതുവരെയും അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. സ്ത്രീ എന്നുള്ള ഒരു മാന്യത പോലും അവർ നമുക്ക് തന്നിട്ടില്ല. ആ ഒരു പശ്ചാത്തലത്തിലാണ് പെട്ടെന്ന് നമ്മൾ രാജിവെച്ച് മാറാനായിട്ട് തീരുമാനമെടുത്തത്. എൻ്റെ പേര് തങ്കമണി. കരവാരം പഞ്ചായത്തിലെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണാണ്. മാനസിക സമ്മർദ്ദം മൂലമാണ് രാജിക്കത്ത് നൽകിയത്. അത് സെക്രട്ടറി സ്വീകരിച്ചു. അല്ലാതെ ആരുടെയും പ്രേരണയിലല്ല ഞാൻ രാജിക്കത്ത് നൽകിയിരിക്കുന്നത്. പിന്നെ CPM പാർട്ടിയിൽ പ്രവർത്തിക്കാനാണ് എനിക്ക് നിൽക്കുകയാണ്. അതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നതായിരിക്കും. അല്ലാതെ വേറെ പ്രശ്നമൊന്നും വലുതായിട്ടൊന്നുമില്ല. പിന്നെ എൻ്റെ വാർഡിലിറങ്ങി നമ്മൾ നമ്മളെ മെമ്പർമാരും കൊണ്ട് കഴിവില്ലാത്തതാണ് എന്നൊക്കെ ഉള്ള വാർത്തകളൊക്കെ പറയുമ്പോഴത്തേക്ക് ജനങ്ങൾ നമ്മളെ മുന്നിൽ അവരെ പ്രതിഷേധം അറിയിക്കും. അപ്പം അങ്ങനെയൊക്കെയുള്ള മാനസികമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ രാജിയിലേക്ക് മാറിയത്. ശോഭാ സുരേന്ദ്രൻജി എന്ന് പറയുന്നത് നമുക്കൊക്കെ എല്ലാവർക്കും പ്രചോദനമായ ഒരു സ്ത്രീ ശക്തിയായിരുന്നു. അത്രയും ശക്തിയായ ഒരു കഥാപാത്രം, അത്രയും ശക്തിയായ ഒരു വ്യക്തി, ആ വ്യക്തിക്ക് വേണ്ടി പ്രവർത്തിച്ചവർ തന്നെ അവർക്ക് പിന്തുണ നൽകാതെ മറ്റൊരു കോൺഗ്രസ് പ്രവർത്തനത്തിലോട്ട് പോയി എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുഃഖകരമായ കാര്യം. അപ്പോൾ അത്രയും ശക്തമായൊരു നേതാവിനെ അവർക്കെതിരെ പോലും അവരുടെ കൂടെ നിന്നവർ പ്രവർത്തിച്ചു എന്ന് പറയുമ്പോൾ അതിപ്പോൾ ഒരു വിഷമവും നാണക്കേടുമില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു ആ സ്ത്രീക്ക് പോലും നിൽക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമ്മളെപ്പോലുള്ളവർ എങ്ങനെയാണ് പിടിച്ചു നിൽക്കുക? ഒരു പ്രശ്നം വന്നാൽ കൂടെ നിൽക്കാൻ ആരുമില്ല. ഇല്ല എന്ന് മാത്രമല്ല, നമ്മളതിനെ ചവിട്ടി തേക്കുകയും ഒരു കൗൺസിലർ എന്നൊരു സ്ഥാനത്ത് വന്നപ്പോൾ നമ്മൾ വ്യക്തിപരമായി പോലും പല രീതിയിലും വേദനാജനകമായ സംഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. നമുക്കൊരു വിലയും തന്നിട്ടില്ല. അവർ സ്ത്രീകൾക്കൊരു പരിഗണനയും ഒരു വിലയും തരാത്ത ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം പോലും ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ ഇതുവരെ നിന്നത്. അതുകൊണ്ട് വളരെ വിഷമത്തോട് തന്നെയാണ് രാജി നൽകാൻ സാഹചര്യമുണ്ടായത്. BJP-യിൽ നിന്നും രാജിവെച്ച് CPM-ൽ ചേർന്ന് പ്രവർത്തിക്കാനെത്തിയവരെ CPM നേതാവ് ആനാവൂർ നാഗപ്പൻ, ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി V ജോയ്, രാജ്യസഭാ അംഗം A റഹീം എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. ന്യൂസ് ഡയറി കേരളം, ആറ്റിങ്ങൽ. കിൻഡർലാൻഡ് ഇന്റർനാഷണൽ പ്രീ സ്കൂൾ, നെല്ലിക്കാമുക്ക്, വക്കം. ഡേ കെയർ, പ്ലേ ക്ലാസ്, LKG ആൻഡ് UKG ക്ലാസുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികച്ച അന്തരീക്ഷത്തിലും പ്രഗത്ഭരുടെ സേവനത്തോടെയും കുട്ടികളുടെ മനസ്സറിഞ്ഞുള്ള ക്ലാസുകൾ. കിൻഡർലാൻഡ് ഇന്റർനാഷണൽ പ്രീ സ്കൂൾ, നെല്ലിക്കാമുക്ക്, വക്കം. ഫോൺ 9847 990 393 9400 80 440.